Ennemcien. Question master, Ohm's law or current electricity. ഇത് കൂടുതൽ ഈ എൻട്രൻസിനും ഉപകരിക്കുന്ന പോയിന്റുകളാണ് ബോർഡ് എക്സാമിനേഷന് ഉപകരിക്കുന്നത്. റിലേഷൻ കണക്റ്റിംഗ് പവർ, കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് വയറാണ്, അതിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, ഇതിൻ്റെ റെസിസ്റ്റൻസ് R, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആംപിയർ. എങ്കിൽ ഇതിൽ നിന്നും പവർ എനർജി ഡിസിപ്പേറ്റ് ചെയ്യും, ഹീറ്റിൻ്റെ ഫോമിൽ. പവർ ഡിസിപ്പേറ്റഡ് P = I²R, ജൂൾസ് ലോ അനുസരിച്ച്. ദാറ്റ് ഈസ് I² × R, ഒരു കമ്പിയുടെ റെസിസ്റ്റൻസ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ് അനുസരിച്ച് ρ × L/A. റോ ഈസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി വയർ. ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ P = I² × ρL/A. എങ്കിൽ പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി കണ്ടക്ടർ, എന്ന് പറഞ്ഞാൽ പവർ ബൈ വോളിയം. Per unit means divided by power per unit volume means power divided by volume. അപ്പോൾ P/V equals P/, ഈ കമ്പിയുടെ വോളിയം എത്ര, L × ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലെങ്ത് × ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ P/AL ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദറ്റ് ഈസ് ഇവിടെ P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, P ക്ക്. സോ പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം ഈക്വൽസ് P is I² × ρL/A, A ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഇപ്പോൾ ഒരു AL ഇവിടെ വന്നിട്ടുണ്ടല്ലോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദറ്റ് ഈസ് L വുഡ് ഗോ, A² ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ I² × ρ/A², or I/A the whole square into ρ. I/A കറണ്ട് പെർ യൂണിറ്റ് ഏരിയക്കാണല്ലോ കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുക. സോ പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം ഈക്വൽസ് J² × ρ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. കറണ്ട് ഡെൻസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ് പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. Rho is a constant of the material of the wire. അപ്പോൾ ഇത് പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയവും കറണ്ട് ഡെൻസിറ്റിയും കൂടെയുള്ള റിലേഷനായി. ഇതിനെ ബേസ് ചെയ്ത് എന്ത് ചോദ്യം എൻട്രൻസ് വല്ലതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അടുത്തത് ഇതേ പവർ തന്നെ നമുക്ക് V²/R എന്ന് എടുക്കാം. വോൾട്ടേജ് അപ്ലൈ, ഈ രണ്ട് കമ്പിയുടെ രണ്ട് എൻഡ്സിനിടയ്ക്കുള്ള അപ്ലൈഡ് വോൾട്ടേജ് V. ഇപ്പോൾ V²/R equals V²/R is ρ × L/A, or this is V² × A, അപ്സൈഡിൽ പോവും, V² × A/ρL. ഇനി നമുക്ക് പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം കാണാം. P/V equals P/AL. ഈ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ V²A/AL × ρL, or this is A would go പോയിട്ട് 1/ρ × V²/L², or 1/ρ × V/L the whole square. V/L എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ്. കാരണം വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = E × D എന്ന് പഠിച്ചിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള അകലമാണ്. ഇവിടെ ഈ കമ്പിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഡിക്ക് പകരം L എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ E × L must be equal to V. V equals E × D, or V/L equals E. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം P/V equals E² / ρ എന്ന് വരും. അപ്പോൾ
കറണ്ട് ഡെൻസിറ്റി വെച്ച് പറഞ്ഞാൽ പവർ ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം ഈസ് ജെ സ്ക്വയർ ഇൻറ്റു റോ. ഇൻറ്റൻസിറ്റി വെച്ച് പറഞ്ഞാൽ ഇ സ്ക്വയർ ബൈ റോ. വളരെ പ്രധാനപ്പെട്ടതാണ്. അനദർ പോയിന്റ്, കണ്ടക്റ്റൻസ് of a wire. Conductance is the reciprocal of resistance. Conductance in the symbol S എന്ന capital S. S equals 1 by R. By unit 1 by ohm. Ohm inverse എന്ന് പറയും. Ohm raised to -1. സാധാരണ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട്, സീമെൻസ് എന്ന് പറയും. സീമെൻസ്. എസ് എന്ന സിമ്പൽ അതിന് കൊടുക്കുക. ഇപ്പോൾ യൂണിറ്റ് എസ് ഈക്വൽസ് കണ്ടക്റ്റൻസ് എസ് ഈക്വൽ 1 by R. യൂണിറ്റ് സീമെൻസ് എസ് അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് എന്ന് പറയും. ഇനി കുറേ കമ്പികൾ റെസിസ്റ്റൻസസ് പാരലി കണക്ട് ചെയ്യുമ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ 1 by R equals 1 by R1 plus 1 by R2 plus etc. 1 by R is equivalent conductance. S equals S1 plus S2 plus S3 plus etc. ഇപ്പോൾ റെസിസ്റ്റൻസ് റെസിപ്രോക്കൽ ലോ അനുസരിക്കുമ്പോൾ കണ്ടക്റ്റൻസ് അഡിറ്റീവ് ലോ അനുസരിക്കും. പാരലി കണക്ട് ചെയ്യുമ്പോൾ കണ്ടക്റ്റൻസ് സം എടുത്താൽ മതി. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R ഈക്വൽസ് R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര. R എന്ന് പറഞ്ഞാൽ 1 by S എന്ന് എഴുതാൻ ഇക്വലൻ്റ് കണ്ടക്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എഴുതാം. ഈക്വൽസ് അപ്പോൾ 1 by S ഈക്വൽസ് 1 by S1 പ്ലസ് 1 by S2 പ്ലസ് എക്സെട്ര. അപ്പോൾ റെസിസ്റ്റൻസിലെ സീരീസ് കോമ്പിനേഷൻ്റെ കണ്ടക്റ്റൻസ് റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷനിലെ ലോയാണ് അനുസരിക്കുക. ആൻഡ് വൈസ് വേഴ്സ. ഇനി അടുത്ത പോയിൻ്റ്, ഒരു ചെറിയ പ്രോബ്ലം. ഒരു 12 വോൾട്ട് ബാറ്ററി, അതിലൊരു 2 റെസിസ്റ്റൻസ് സീരീസ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി. അതുപോലെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് വേറെ ഒരു 4 ohm റെസിസ്റ്റൻസ് എക്കും ബിക്കും ഇടയ്ക്ക് കണക്ട് ചെയ്താൽ വാട്ട് ഈസ് ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പഴയത് തന്നെ ആയിരിക്കും, ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വി എ ബി? ഫൈൻഡ് വി എ ബി വെൻ അനദർ 4 ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. നേരത്തെ എൻ്റെ ക്ലാസ് വീഡിയോസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് എളുപ്പമായത് ഞാൻ പൊട്ടൻഷ്യൽ ഡിവിഷൻ റൂളോ കറണ്ട് ഡിവിഷൻ റൂളും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, എളുപ്പം ക്വിക്കായിട്ട് സോൾവ് ചെയ്യാൻ. ഈ സീരീസ് ആയിട്ട് ഇവിടുത്തെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്ര? 4 + 2 4 + 2 6. 4 + 2 മൊത്തം കൊടുത്തിരിക്കുന്നത് 12 വോൾട്ടാണ്. അല്ലെ 4 + 2 വോൾട്ടേജ് 12 എങ്കിൽ 4 ഓമിൻ്റെ വോൾട്ടേജ് എത്രയാണ്? അതാ വി എ ബി. ചുരുക്കത്തിൽ വി എ ബി ഈക്വൽസ് 2 + 4 12 എങ്കിൽ 4 എത്ര? അപ്പോൾ 12 by 2 + 4 into 4 ദറ്റ് ഈസ് 8 volt. അപ്പോൾ ഒരു ആൻസറായി. ഇനിയും ഈ എയ്ക്കും ബിക്കും ഇടയ്ക്ക് 4 ohm എടുത്ത് ഇങ്ങോട്ട്, ഈ 4 ohm എടുത്ത് ഇവിടോട്ട് കണക്ട് ചെയ്യുക എങ്കിൽ ഇപ്പോൾ വി എ ബി എത്ര എന്നാ ചോദ്യം. ഇപ്പോൾ ഇവിടെ 2 4 ohmൻ്റെ റെസിസ്റ്റൻസസ് പാരലി വന്നിരിക്കുക. ഇതിൻ്റെ ഇക്വലൻ്റ് 4/2 ആണ്. ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലി ഇട്ട് കഴിഞ്ഞാൽ ഇക്വലൻ്റ് കാണാൻ ഒരെണ്ണത്തിൻ്റെ വാല്യൂവിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 4/2 2 അല്ലേ ഈക്വൽസ് 2 ohm. അപ്പോൾ ചുരുക്കത്തിൽ ഈ 2 4 കൂടെ ചേർന്നത് 2 ohmന് ഇക്വലൻ്റാണ്. ആ 2ഉം ഈ 2ഉം കൂടെ സീരീസിലാണ്. ആ 2 + 2 4 12 വോൾട്ട് എങ്കിൽ അതിൽ ഒരു 2 എത്രയാണ്? തീർച്ചയായിട്ടും 6 വോൾട്ട്. 2 2 2 അല്ലേ? അപ്പോൾ വോൾട്ടേജ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. അതിന് വലിയ ഒരു കാൽക്കുലേഷൻ ആവശ്യമില്ല. ഇത് 2 ഇത് 2, ഈ 2ൻ്റെ വോൾട്ടേജ് 12. 2 ഈക്വലായിരിക്കും വേണം എങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ വോൾട്ടേജ് 6 വോൾട്ട് എന്ന് വരും. നേരത്തെ 8 വോൾട്ടായിരുന്നു, ഇപ്പോൾ 6 വോൾട്ടായിട്ട് മാറി. അതിപ്പോൾ ഈ എൻട്രൻസിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ ചാടിക്കയറി പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം ആണെന്ന് ഉള്ള ധാരണ വെച്ചുകൊണ്ട് പഴയ 8 തന്നെ ഇപ്പോഴും ഒന്ന് കയറി തട്ടരുത്, മാറും. കാരണം
സർക്യൂട്ടിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് ഇവിടെ മാറിയിരിക്കുക. One more point for this posting. Does a galvanometer become more sensitive when converted into an ammeter? അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഗാൽവനോമീറ്റർ കൂടുതൽ സെൻസിറ്റീവ് ആകുമോ എന്നാണ് ചോദ്യം. സെൻസിറ്റിവിറ്റി കുറയേ ഉള്ളൂ. കാരണം ഷണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കുന്നത്. നേരത്തെ 0.1 ആംപിയർ ഗാൽവനോമീറ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ, ഒരു ഡിവിഷൻ ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഷണ്ട് ചെയ്തതിന് ശേഷം ഈ 0.1 ആംപിയർ കടത്തി വിട്ടാൽ 0.1 ആംപിയറിന് മേജർ പാർട്ടും ഷണ്ടിൽ കൂടെ പോകൂ. ഗാൽവനോമീറ്ററിൽ കൂടെ ഒരു ഫ്രാക്ഷനേ പോവുള്ളൂ. അപ്പോൾ ഒരു ഡിവിഷൻ ഡിഫ്ലക്ഷൻ കിട്ടില്ല. ഒരു ഡിവിഷൻ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ കൂടുതൽ കറണ്ട് ഇപ്പോൾ കടത്തി വിടണം. കാരണം ഈ ഗാൽവനോമീറ്ററിൽ കൂടെ തന്നെ 0.1 പോകണം, ബാക്കി ഷണ്ടിൽ കൂടെ പോകണം. അപ്പോൾ ഷണ്ടിൽ കൂടെ ഗാൽവനോമീറ്ററിൽ കൂടെ 0.1 പോകത്തക്ക വണ്ണം ഈ ഷണ്ട് കണക്ട് ചെയ്ത് കഴിയുമ്പം ആവശ്യമായിട്ട് വരുന്ന മൊത്തം കറണ്ട് കൂടും. So sensitivity is reduced, or the galvanometer becomes less sensitive because galvanometer is converted into a meter by connecting a low shunt resistance. Therefore, current required to produce unit deflection in the galvanometer requires more current in the new situation, as shunt absorbs a major part of the line current. That is the answer. Thank you.